നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷണം മുന്നോട്ട് പോകും തോറും കട്ട മുതലിൻ്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കട്ടതൊക്കെ രാജ്യം കടന്നോ എന്നതാണ് ഇപ്പോഴുള്ള ആശങ്ക. അതിനാൽ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സ്വർണ്ണക്കൊള്ളയ്ക്കൊപ്പം കള്ളപ്പണ ഇടപാടും നടന്നിട്ടുണ്ടാകാമെന്ന് കരുതുന്നതിനാൽ EDയുടെ അന്വേഷണവും IB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും കട്ടതൊക്കെ പുറത്തു വരട്ടെ, കട്ടവരെയൊക്കെ ലോകം അറിയട്ടെ, എല്ലാം തെളിയട്ടെ. എന്തായാലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ. കേസിന് അന്തർദേശീയ ബന്ധവുമുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്ന് ശുപാർശ. സംസ്ഥാനത്ത് നിന്നുള്ള റിപ്പോർട്ട് നൽകിയത് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിന്. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് നിക്ഷേപ തട്ടിപ്പിൽ ആരോപണങ്ങൾ നിഷേധിച്ച നടൻ ജയസൂര്യ. പരസ്യ ആവശ്യങ്ങൾക്ക് സമീപിക്കുന്നവർ നാളെ ഏതൊക്കെ തട്ടിപ്പുകൾ ഒപ്പിക്കുമെന്ന് ഊഹിക്കാൻ സാധിക്കുമോ എന്ന് ജയസൂര്യ. സമൻസ് വീണ്ടും ലഭിച്ചു എന്നത് നുണപ്രചരണമെന്നും സാമ്പത്തിക ഇടപാടുകൾ നിയമാനുസൃതമെന്നും വിശദീകരണം. ഇൻഡോറിൽ മാലിന്യം കലർന്ന ജലം കുടിച്ച് 13 പേർ മരിക്കാനിടയായ സംഭവത്തിൽ ഇടപെട്ട ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം. ജനങ്ങൾ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നും കടുത്ത അലംഭാവമുണ്ടായെന്നും കമ്മീഷൻ. കോഴിക്കോട് കോട്ടൂളി തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി നിർമ്മിച്ച സ്വകാര്യ കെട്ടിടത്തിനെതിരെ നടപടിയെടുക്കാതെ കോർപ്പറേഷൻ അധികൃതരുടെ ഒത്തുകളി. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ട്രേഡ് സെന്റർ നിർമ്മിച്ചത് അനധികൃതമാണെന്ന രേഖകൾ. കണ്ടൽക്കാടുകൾ ഉണ്ടായിരുന്ന തണ്ണീർത്തടം നികത്തിയെന്ന ആരോപണം. പ്രീമിയർ ലീഗിൽ പ്രമുഖ ടീമുകൾക്ക് സമനിലക്കുരുക്ക്. സണ്ടർലാൻഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ബ്രാൻഫോർഡ് ടോട്ടനം, ക്രിസ്റ്റൽ പാലസ് ഫുൾഹാം, ലിവർപൂൾ ലീഡ്സ് മത്സരങ്ങൾ അവസാനിച്ചത് സമനിലയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കേസിന് അന്തർ സംസ്ഥാനവും അന്താരാഷ്ട്രവുമായ ബന്ധങ്ങളുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തുവരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നുള്ളതാണ് ശുപാർശ. സംസ്ഥാനത്തു നിന്നുള്ള റിപ്പോർട്ട് ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റലിജൻസിനാണ് നൽകിയത്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ഈ പറഞ്ഞതുപോലെ കട്ടത് ഓരോ ദിവസവും അന്വേഷിച്ചു വരുമ്പോൾ കട്ട മുതലിൻ്റെ വ്യാപ്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്നും അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷിച്ച് വരുമ്പോൾ ഈ പറയുന്ന പോലെ പുരാവസ്തു അന്തർദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇത് എത്തിയിരിക്കുകയാണ്. ഈ കട്ട മുതലൊക്കെ രാജ്യം കടന്നു എന്നുള്ളൊരു ആശങ്ക ഇങ്ങനെ നിൽക്കുന്നു. അതുകൊണ്ട് അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നുള്ള നിലയിലാണിപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പ്രതിപക്ഷമടക്കം ഉന്നയിച്ചൊരാവശ്യവും അതുതന്നെയായിരുന്നു. എങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക്? ശ്രീജ, തീർച്ചയായും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഈ കളവിന്റെ അല്ലെങ്കിൽ ഈ കൊള്ളയുടെയൊക്കെ ഒരു വ്യാപ്തി വെളിവാക്കുന്ന തരത്തിലാണ്. ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേരത്തെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്താണ് ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു പുരാവസ്തു മാഫിയയുമായി സ്വർണ്ണക്കൊള്ളയ്ക്ക് പങ്കുണ്ടോ എന്ന തരത്തിലുള്ള സംശയത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീളുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം CBI അന്വേഷിക്കണമെന്ന ആവശ്യമാണ് നിലവിൽ ഏതായാലും ഇന്റലിജൻസ് ബ്യൂറോ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിൽ ഹൈക്കോടതിയിലെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ചീഫ് ഈ റിപ്പോർട്ട് കൈമാറാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. ഈ CBI അന്വേഷിക്കണമെന്നാണ് നിലവിൽ ഉൾപ്പെടുന്ന ആവശ്യം. അതുപോലെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഈ ആവശ്യങ്ങളൊക്കെ തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. കാരണം ഈ പുരാവസ്തു കടത്തുമായുള്ള ബന്ധം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ളതാണ്. അതൊരു പക്ഷേ ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല എന്നുള്ളതൊക്കെ സൂചിപ്പിച്ചിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടക്കുമ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം അത് CBIയിലേക്ക് ഒരു അന്വേഷണം നീളണമെന്ന ആവശ്യമൊക്കെ തന്നെ ഏതായാലും നിലവിൽ ഉന്നയിക്കുന്നത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളൊക്കെ തന്നെ ഉടൻ കൈമാറുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത് ഈ ദ്വാരപാലക പാളികളിലുള്ള സ്വർണ്ണക്കൊള്ള മാത്രമല്ല, അത് കൂടാതെയുള്ള വ്യാളി രൂപങ്ങൾ
ഉൾപ്പെടെയുള്ള സ്വർണം നിലവിൽ കാണാതായിട്ടുണ്ട്. അതും ഇത്തരത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും വേർതിരിച്ചെടുത്ത് അതും ആ സ്വർണവും നഷ്ടപ്പെട്ടതായിട്ടുള്ള ഒരു വിവരമൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ഏതായാലും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും മൊഴിയെടുപ്പിലേക്കും ഒക്കെ അന്വേഷണ സംഘം കടക്കേണ്ടതുണ്ട്. കടകംപള്ളിയുടെ ഉൾപ്പെടെ ഇത്തരത്തിൽ അറസ്റ്റിലേക്ക് നീങ്ങാത്തതിനെയൊക്കെ തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് ഇത്തരത്തിൽ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലൊരു വിവാദത്തിലേക്കൊക്കെ കടക്കുന്ന തരത്തിൽ ഈ പോറ്റിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അടൂർ പ്രകാശ് ഇത്തരത്തിൽ സോണിയാഗാന്ധിക്കൊപ്പം ഉണ്ടായിരുന്നത് സംബന്ധിച്ച് വിവാദങ്ങളിലേക്കൊക്കെ കടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുടെ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പോക്ക് എങ്ങനെയാണ്, ഏത് രീതിയിലായിരിക്കും അവസാനിക്കുക എന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഒരു വ്യക്തതയുമില്ലാതെ എന്താകും എന്നതിനെ കുറിച്ച് നമുക്ക് ഊഹിക്കാനുള്ള ഒരു വ്യക്തത നിലവിൽ ഏതായാലും ഇല്ല. ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. അതുകൊണ്ട് തന്നെ ഈ അന്തർദേശീയ തലത്തിലും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മാനങ്ങളൊക്കെ തന്നെ ഈ കേസിനുള്ളതിനാൽ CBI അന്വേഷിക്കണമെന്നാണ് നിലവിൽ ഉയരുന്ന ആവശ്യം. ഈ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒക്കെ ഒന്നിച്ചിരുത്തി ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. നമുക്കറിയാം ഈ സെപ്പറേറ്റ് ചെയ്ത സ്വർണം അത് ആരുടെ പക്കലാണുള്ളത് എന്ന് അറിയേണ്ടതുണ്ട്. കാരണം തെളിവുകൾ ഇപ്പോഴും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തെളിവുകൾ ശേഖരിച്ചില്ലെങ്കിൽ അത് മുന്നോട്ടുള്ള യാത്രയിൽ കൂടുതൽ ദുഷ്കരമാകുമെന്നുള്ളൊരു കാര്യം അത് നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ശ്രമകരം തന്നെയല്ലേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും ഈ സ്വർണം എവിടെയാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരം ഇതുവരെ കൃത്യമായിട്ട് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. എത്ര സ്വർണം മോഷണം പോയി എന്നത് സംബന്ധിച്ചതൊക്കെ തന്നെ ഇപ്പോഴും അന്വേഷണമൊക്കെ തന്നെ തുടരുകയാണ്. കൃത്യമായ രീതിയിൽ ഈ തെളിവുകളൊക്കെ ആവശ്യമാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവ് ശേഖരണമൊക്കെ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കൃത്യമായ രീതിയിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് സംബന്ധിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും ഒരു നിസ്സഹകരണം, അന്വേഷണവുമായി ബന്ധപ്പെട്ട നിസ്സഹകരണം തുടരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെളിവ് കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലവിൽ ഏതായാലും ഒരു വെല്ലുവിളിയായി തുടരുകയാണ്. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി ഇത്തരത്തിൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുള്ളത് കൊണ്ട് തന്നെ ഈ തെളിവ് കണ്ടെത്തുക അല്ലെങ്കിൽ ഈ മൊഴികളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് കോടതിക്ക് പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മറ്റുള്ളവരും നൽകിയിട്ടുള്ള ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അതിനുമായി ബന്ധപ്പെടുന്ന ആ മൊഴികളെ സാധൂകരിക്കുന്ന തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉള്ള ഏതായാലും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ആ തെളിവുകൾ കണ്ടെത്താതെ ഈ സ്വർണം, എത്ര സ്വർണമാണ് കളവ് പോയത്, ആ സ്വർണം തിരിച്ചു കിട്ടാതെ വീണ്ടെടുക്കാതെ അന്വേഷണ സംഘത്തിന് ഈ കേസുമായി മുന്നോട്ടു പോകുന്ന കാര്യം അല്ലെങ്കിൽ ഈ കേസ് എത്രത്തോളം ബലപ്പെടുമെന്നുള്ള കാര്യം ഒക്കെ തന്നെ സംശയത്തിലാണ് ഇപ്പോൾ നിലവിൽ ഏതായാലും ഉള്ളത്. അതിനിടയ്ക്കാണ് ഇത്തരത്തിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഈ കേസിലെ മറ്റ് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളവരുടെയും മൊഴികളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ കൃത്യമായ രീതിയിൽ ഇത് ചെന്നൈയിലും അതുപോലെ തന്നെ ഹൈദരാബാദിൽ ഉൾപ്പെടെയുള്ള ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തി അവിടെ നിന്നും കൃത്യമായ രീതിയിലുള്ള ഈ തെളിവുകളൊക്കെ ശേഖരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ തെളിവുകൾ ശേഖരിച്ചാൽ മാത്രമേ ഈ കേസ് കോടതിയിൽ ഈ കേസ് നമുക്ക് ഇത്തരത്തിൽ ബലത്തിൽ നിൽക്കാൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള കാര്യം. ഈ മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മറ്റു പ്രതികളുടെയും ഒക്കെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നിലവിലേതായാലും പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമായ രീതിയിലുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇനിയുള്ള മറ്റ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡിലെ അംഗങ്ങളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും ചോദ്യം ചെയ്യലിലേക്കും അന്വേഷണ സംഘം കടക്കും. ശരി ആതിര, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം CBI ഏൽപ്പിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ നൽകുന്നൊരു ആവശ്യം. കേസിന് അന്തർസംസ്ഥാനവും അന്താരാഷ്ട്രവുമായി ബന്ധമുള്ളതിനാൽ യഥാർത്ഥ വസ്തുത പുറത്തു വരണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നുള്ളതാണ് അവർ നൽകുന്ന ശുപാർശ. വിവരങ്ങളുമായി ഇപ്പം ശരിയായിരുന്നു ആതിര രാധാകൃഷ്ണൻ. സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ പ്രതികരണവുമായി നടൻ ജയസൂര്യ. പരസ്യ ആവശ്യങ്ങൾക്കായി നിയമാനുസൃതമായ ഇടപാടുകളാണ് നടന്നിട്ടുള്ളത് എന്ന് ജയസൂര്യ സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നു. 7-ാം തീയതി വീണ്ടും ഹാജരാകണമെന്ന സമൻസ് തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും നുണപ്രചരണമാണ് എന്നുമാണ് വിശദീകരണം. തട്ടിപ്പിലെ പ്രധാന പ്രതി സാത്വിക് റഹ്മാന്റെ കമ്പനികളിൽ നിന്ന് ജയസൂര്യയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമെത്തിയതായി കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, എല്ലാം നിഷേധിക്കുകയാണ് ജയസൂര്യ, ഒപ്പം മാധ്യമങ്ങളെ അടക്കം വിമർശിക്കുന്നുമുണ്ട്. വസ്തുതാപരമായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന തരത്തിൽ. എന്തായാലും വീണ്ടും ജയസൂര്യ ഈട് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ശ്രീജ, ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് EDയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ 2 തവണ ജയസൂര്യയെയും ഒപ്പം ജയസൂര്യയുടെ ഭാര്യയായിട്ടുള്ള സരിത ജയസൂര്യയെയും ED വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇതിനുശേഷം
വീണ്ടും ഇപ്പോൾ അടുത്ത ആഴ്ച കൂടി ചോദ്യം ചെയ്യലിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ജയസൂര്യ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പരസ്യവുമായി ബന്ധപ്പെട്ടുള്ള ചില ആവശ്യങ്ങൾക്കാണ് പലരും തന്നെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ ഇവർ പിന്നീട് തട്ടിപ്പ് നടത്തുമോ എന്നുള്ളതൊന്നും തന്നെ തനിക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ പരസ്യ ആവശ്യങ്ങൾക്കായി തന്നെയാണ് സാദിഖ് റഹ്മാനും ജയസൂര്യയെ സമീപിച്ചിരിക്കുന്നത്. താൻ നികുതി അടക്കുന്ന ആളാണ്. തനിക്ക് ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 തവണ ചോദ്യം ചെയ്തതിന് പുറമെ അല്ലാണ്ട് 7-ാം തീയതി വീണ്ടും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശിച്ചുകൊണ്ട് സമൻസ് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് ജയസൂര്യ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ തവണയൊക്കെ ചോദ്യം ചെയ്തതിലും ഒപ്പം തന്നെ ജയസൂര്യയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്നെല്ലാം തന്നെ ജയസൂര്യയുടെ അക്കൗണ്ടിലേക്കും ഭാര്യയുടെ അക്കൗണ്ടിലേക്കും പണം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. ഇരുവരുടെയും അക്കൗണ്ടുകളിലേക്കായിട്ട് 1 കോടിയിലധികം രൂപയാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ജയസൂര്യ വിശദീകരണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതൊക്കെയെല്ലാം തന്നെ പരസ്യ ആവശ്യങ്ങൾക്കായിട്ട് തനിക്ക് ലഭിച്ചിട്ടുള്ള പണമാണ്. ഈ പണത്തിനൊക്കെ കൃത്യമായിട്ട് താൻ നികുതി അടക്കുന്നുണ്ട്. മാധ്യമങ്ങൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായിട്ടും ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ജയസൂര്യ പ്രതികരിച്ചിരിക്കുന്നത്. ശ്രീജ. ശരി കിരൺ, സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ പ്രതികരണവുമായി നടൻ ജയസൂര്യ എത്തിയിരിക്കുകയാണ്. എല്ലാം നിയമാനുസൃതമായിരുന്നു എന്നുള്ളതാണ് ജയസൂര്യ ഇപ്പോൾ അറിയിക്കുന്നത്. എന്തായാലും ജയസൂര്യ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് വരും മണിക്കൂറുകൾ വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയാം. ഇൻഡോറിൽ മാലിന്യം കലർന്ന ജലം കുടിച്ച് 13 പേർ മരിക്കാനിടയായ സംഭവത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ജനങ്ങൾ പരാതി നൽകിയിട്ടും ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെന്നും കടുത്ത അലംഭാവമുണ്ടായെന്നും കമ്മീഷൻ വിലയിരുത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ മലിനജലം അത് കുടിവെള്ളം കക്കൂസ് മാലിന്യവുമായി കലർന്നു. 1100-ലേറെ പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. പക്ഷേ സർക്കാർ വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം പ്രതിപക്ഷം അടക്കം ഉന്നയിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിലാണിപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സംഭവത്തിൽ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. വിവരങ്ങൾ. ഷീജ, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ നടപടികൾ ആവശ്യപ്പെട്ട ജനങ്ങൾ രംഗത്തെത്തിയതാണ്. ആ സമയത്തൊന്നും തന്നെ ഇൻഡോർ കോർപ്പറേഷന്റെ ഭാഗത്ത് നടപടികൾ ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനിടയിൽ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസാണ്. ആ കേസിലാണ് ഇപ്പോൾ തുടർ നടപടികൾ ആരംഭിക്കുന്നത്. അതിൽ തന്നെ ചീഫ് സെക്രട്ടറിക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് 2 ആഴ്ചക്കുള്ളിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല തങ്ങൾക്ക് ലഭിച്ച വിവരമനുസരിച്ചാണ് ഒരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. ഈ കടുത്ത അലംഭാവം നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് തന്നെയാണ് കമ്മീഷൻ വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കമ്മീഷൻ ഇപ്പോൾ പോയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ മധ്യപ്രദേശ് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെ സ്വീകരിച്ചു, അതായത് സംഭവത്തെ സംബന്ധിച്ചും ഒപ്പം തന്നെ എടുത്ത നടപടികളെ സംബന്ധിച്ചും വിശദമായ റിപ്പോർട്ടാണ് ഹൈക്കോടതിക്ക് നൽകേണ്ടത്. ജസ്റ്റിസുമാരെ രാകേഷ് കുമാർ ഗുപ്ത, BP ശർമ്മ എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ചാണ് സർക്കാരിൽ നിന്ന് റിപ്പോർട്ട് നേടിയത്. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് റിതേഷ് ഇനാനി നൽകിയ പൊതു താൽപര്യ ഹർജിയിലായിരുന്നു നടപടി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ജനങ്ങളുടെ ചില പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ പ്രതികരണങ്ങൾ അവർ പറയുന്നത് 2 മാസം മുൻപേ തന്നെ ഈ മലിനജലം കലരുന്നുണ്ട് എന്ന തരത്തിൽ, അതായത് അസുഖങ്ങൾ വരുന്നു എന്ന തരത്തിൽ ചില കാര്യങ്ങൾ വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മേയർക്ക് നേരിട്ട് പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരാതി നൽകുന്നു. ആ പരാതിയിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് പാലിൽ വെള്ളം ചേർക്കുമ്പോൾ, പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ചേർക്കുമ്പോൾ നിറവ്യത്യാസം ഉണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നൊക്കെയായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ജനങ്ങൾ വ്യക്തമാക്കുന്നത്. തുടർച്ചയായി പരാതികൾ നൽകിയിരുന്നു. ആ പരാതികളിലൊന്നും തന്നെ തുടർ നീക്കങ്ങൾ ഉണ്ടായില്ല. പക്ഷേ ഏറെ വൈകി ഡിസംബർ അവസാനത്തോടു കൂടി മാത്രമാണ് കോർപ്പറേഷൻ ഈ പൈപ്പുകൾ പരിശോധിക്കാൻ തന്നെ ആരംഭിച്ചത്. ആ സമയത്തേക്ക് ഒരുപക്ഷെ ഈ മലിനജലം പൂർണ്ണമായും ആളുകളിലേക്ക് എത്തിയിരുന്നു. അതിൽ തന്നെ ചെറിയ കുട്ടികൾ മരിച്ചിട്ടുണ്ട്. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ പറയുന്നത് പാല് നൽകി അതിലേക്ക് വെള്ളം ഒഴിച്ച് പൈപ്പിൽ നിന്ന് വെള്ളം ചേർത്താണ് കുട്ടിക്ക് നൽകിയത്. തുടർന്നാണ് കുട്ടി വലിയ അസുഖബാധിതനായത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് മരിക്കുന്നത്. 1300-ലധികം ആളുകളെ ഇത് നേരിട്ട് ബാധിച്ചു എന്നുള്ളതാണ് ഒരു പ്രാഥമിക വിലയിരുത്തലുള്ളത്. അതിൽ തന്നെ ചില ആളുകൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുന്നുണ്ട്. ഏതായാലും ഈ നിലവിൽ ആശുപത്രിയിലുള്ളവരുടെ
ആരോഗ്യസ്ഥിതി അത്ര കുഴപ്പമില്ല എന്ന് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട ആരംഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷനും അതുപോലെ തന്നെ ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീജ, പ്രശാന്ത്, എന്തായാലും പ്രതിപക്ഷം ശക്തമായി തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി ഉദ്യോഗസ്ഥരെ മാത്രം സസ്പെൻഡ് ചെയ്ത് മുഖം രക്ഷിക്കുകയാണ് എന്ന തരത്തിലല്ലേ അവർ ആരോപണം ഉന്നയിക്കുന്നത്? ശക്തമായ നടപടി വേണമെന്നുള്ളൊരാവശ്യം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നില്ലേ? ശ്രീജ, അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം ഈ കഴിഞ്ഞ 2 മാസം, അതായത് നവംബറിലാണ് ഈ സംഭവത്തിന്റെ തുടക്കം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ സമയത്ത് തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനെ സമീപിച്ചിരുന്നു. രേഖാമൂലം മേയർക്ക് പരാതി നൽകുന്നു, ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്, അതുകൊണ്ട് അടിയന്തര ഇടപെടൽ കോർപ്പറേഷന്റെ ഭാഗത്ത് ഉണ്ടാകണം, മലിനജലം കലർന്നതായി സംശയമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ആ ആവശ്യം ഒരു തരത്തിലും ആ സമയത്ത് വേണ്ടത്ര ഇടപെടൽ കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടായില്ല. മാത്രമല്ല, ആരോഗ്യ വിഭാഗത്തിന് നൽകിയ പരാതികൾ, ആ ആശങ്കകൾ, ഇതൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കുന്നതിൽ ബന്ധപ്പെട്ട ഭരണകൂടങ്ങൾക്ക് വീഴ്ച പറ്റി എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. അത് പ്രതിപക്ഷവും വലിയ രീതിയിൽ ആയുധമാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇൻഡോറിനെ സംബന്ധിച്ച് നേരത്തെ പലതരത്തിലും വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ രാജ്യശ്രദ്ധ ആകർഷിച്ച അല്ലെങ്കിൽ നേടിയ ഒരു കോർപ്പറേഷനാണ്. സ്വാഭാവികമായും വലിയ തരത്തിൽ അത് ചർച്ചയാകുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടെന്ന് കാണുമ്പോൾ സ്വാഭാവികമായും കൃത്യമായി ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. പക്ഷെ ആ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. പിന്നീട് നിരവധിയായ പരാതികൾ നൽകുന്നു. ആ പരാതികളിലൊക്കെ തന്നെ ഇതേ അലംഭാവം തുടരുകയാണ്. അതുകൊണ്ടാണ് കമ്മീഷൻ തന്നെ പറയുന്നു, തങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു അലംഭാവം, വലിയ അലംഭാവം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെയാണ് ഇത് രാഷ്ട്രീയ വിഷയമായി നിൽക്കുന്നത്. ഇനിയിപ്പോൾ സർക്കാരിനെതിരെ തന്നെ ഒരു ആയുധമാക്കി പ്രതിപക്ഷം ഇതിനെ മാറ്റുകയും കൂടി ചെയ്യുന്നുണ്ട്. ശ്രീജ, തീർച്ചയായും. എന്തായാലും ഇൻഡോറിൽ മലിനജലം കുടിച്ച് 13 പേർ മരിക്കാനിടയായ സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് നൽകാനാണ് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജനങ്ങൾ പരാതിയൊക്കെ നൽകി, പക്ഷേ അപ്പോഴും കൃത്യമായ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിലൊക്കെ എന്താകും കമ്മീഷൻ്റെ ഇടപെടലോടുകൂടി ഉണ്ടാകുന്നത്, മാറ്റങ്ങൾ എന്തുണ്ടാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വിവരങ്ങളും എപ്പം ചേരുകയായിരുന്നു കെ പ്രശാന്ത്. ടെലിവിഷൻ സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു ഓടിച്ച കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ലോട്ടറി വിൽപ്പനക്കാരൻ മരിച്ചു. തമിഴ്നാട് സ്വദേശിയായ തങ്കരാജാണ് മരിച്ചത്. ക്രിസ്മസ് തലേന്ന് MC റോഡിൽ കോട്ടയം നാട്ടകം കോളേജ് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. പ്രശാന്ത് ജോസഫ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ലഹരി ഉപയോഗിച്ച ശേഷമാണ് ഈ സിദ്ധാർത്ഥ് പ്രഭു വാഹനം ഓടിച്ചത് എന്നുള്ള കാര്യം പരിശോധനയിലൊക്കെ വ്യക്തമായിരുന്നു. ഇപ്പോൾ ഈ പരിക്കേറ്റയാൾ മരിച്ചിരിക്കുകയാണ്. കേസ് അന്വേഷണം ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ഇയാളുടെ കുരുക്ക് കൂടുതൽ മുറുകുകയല്ലേ? തീർച്ചയായും ശ്രീജ, ഇത് ഈ പറഞ്ഞതുപോലെ ഡിസംബർ 24 രാത്രിയാണ് MC റോഡിൽ കോട്ടയം നാട്ടകത്ത് വെച്ച് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അപകടത്തിൽ ലോട്ടറി വിൽപ്പനക്കാരനായ ഒരു തങ്കരാജ് എന്ന തമിഴ്നാട് സ്വദേശി 53-കാരനായ തങ്കരാജിനാണ് പരിക്കേറ്റത്. ഇയാൾക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. അപകടമുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ വാഹനം തടഞ്ഞു നിർത്തി ഈ വാഹനം ഓടിച്ചിരുന്നയാളെ പുറത്തിറക്കിയപ്പോഴാണ് ഈ സീരിയൽ താരം സിദ്ധാർത്ഥ് പ്രഭു ആണെന്ന് തിരിച്ചറിയുന്നത്. ഇയാൾ വലിയ മദ്യലഹരിയിലായിരുന്നു. ഇയാൾ ആകെ കുഴഞ്ഞ് താഴെ വീഴുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഈ അവസ്ഥയിലും ഇയാൾ നാട്ടുകാരുമായി തർക്കിക്കുകയും കയ്യാങ്കളിക്ക് മുതിരുകയും ഒക്കെ ചെയ്തു. പോലീസ് എത്തിയപ്പോഴും ഇയാൾ പോലീസിനോട് സഹകരിക്കാനൊന്നും തയ്യാറായില്ല. തുടർന്ന് നാട്ടുകാർ ബലമായി ഇയാളെ പിടിച്ചുകെട്ടി പോലീസിനെ കൈമാറുകയായിരുന്നു. പോലീസ് ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ ഇയാൾ മദ്യലഹരിയിലാണെന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് ഇയാളെ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിലടക്കം വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നിരുന്നു. ചിലർ സിദ്ധാർത്ഥ് പ്രഭുവിനെ അനുകൂലിച്ച് രംഗത്തെത്തിയപ്പോൾ വലിയ തോതിലുള്ള വിമർശനം ഈ വിഷയത്തിൽ സിദ്ധാർത്ഥ് പ്രഭുവിനെ നേരിടേണ്ടി വരികയും ചെയ്തിരുന്നു. ഏതായാലും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തങ്കരാജ് ഇന്നലെ രാത്രിയാണ് മരിച്ചത്. ഇതിനു ശേഷം ഇപ്പോൾ ചിങ്ങവനം പോലീസ് കേസ് ഈ ഇതിലുള്ള നിയമ നടപടികൾ ഘടിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ്. ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഇയാൾക്കെതിരെ കേസ് എടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇയാളെ ഉടൻ തന്നെ ഇയാൾക്ക് നോട്ടീസ് അയക്കുകയോ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് ചിങ്ങവനം പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശ്രീജ,
കോഴിക്കോട് കോട്ടുള്ളി തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി നിർമ്മിച്ച സ്വകാര്യ കെട്ടിടത്തിനെതിരെ നടപടിയെടുക്കാതെ കോർപ്പറേഷൻ അധികൃതരുടെ ഒത്തുകളി തുടരുന്നു. ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് പ്രവർത്തിക്കുന്ന കാലിക്കറ്റ് ട്രേഡ് സെന്റർ നിർമ്മിച്ചത് അനധികൃതം എന്നാണ് രേഖകൾ. കണ്ടൽക്കാടുകൾ നികത്തിയാണ് തണ്ണീർത്തടം മണ്ണിട്ടുയർത്തിയത്. രാജ്യത്തെ 25 സംരക്ഷിത തണ്ണീർത്തടങ്ങളുടെ പട്ടികയിലാണ് കോട്ടുള്ളി. കേരളത്തിലെ 5 സംരക്ഷിത തണ്ണീർത്തടങ്ങളിൽ 1ാം സ്ഥാനത്ത്. 10 ഏക്കർ തണ്ണീർത്തടങ്ങൾ നികത്തിയും കണ്ടൽ വനങ്ങൾ അമർച്ച ചെയ്തും 2017 സരോവരത്ത് കെട്ടിട നിർമ്മാണം ആരംഭിച്ചത്. കെട്ടിട നിർമ്മാണത്തിന് യാതൊരു അനുമതിയും ലഭിച്ചില്ലെങ്കിലും 85,000 ചതുരശ്ര അടിയിൽ വരുന്ന സ്ഥലത്ത് കൂറ്റൻ കെട്ടിടം ഉയർന്നു. കോർപ്പറേഷൻ അധികൃതരുടെ ഒത്താശയോടെയായിരുന്നു നിർമ്മാണ പ്രവർത്തനം. ഈ സ്ഥലം അത്ര അതീവ പ്രാധാന്യമുള്ളതാണെന്നും അതുമാത്രമല്ല അത് ഡ്രീം സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ സ്ഥലമാണെന്നും അതുകൊണ്ട് ഈ ഇവിടേക്ക് യാതൊരുവിധ പെർമിഷൻ കൊടുക്കാൻ പറ്റില്ലെന്ന് അന്നത്തെ കോർപ്പറേഷൻ സെക്രട്ടറി 2014 ഇവർ കൊടുത്ത ഒരു റിട്ട് പെറ്റീഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഇതിൻ്റെ ഉടമ കാലിക്കറ്റ് ട്രേഡ് സെൻ്ററിൻ്റെ ഉടമയായ മുഹമ്മദ് അബ്ദുൽ കരീം ഫൈസൽ എന്ന ആൾ കൊടുത്ത അന്നത്തെ റിട്ട് പെറ്റീഷനിൽ കോർപ്പറേഷൻ സെക്രട്ടറി അന്ന് കൊടുത്തിരിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകരും പ്രദേശവാസികളും ശക്തമായ പ്രക്ഷോഭം ആരംഭിച്ചതോടെ കണ്ണിൽ പൊടിയിടാനായി കോർപ്പറേഷൻ കാലിക്കറ്റ് ട്രേഡ് സെന്ററിന് സ്റ്റോപ്പ് മെമ്മോ നൽകി. പക്ഷേ ട്രേഡ് സെന്ററിന്റെ പ്രവർത്തനം തുടർന്നു. പ്രദേശവാസികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കഴിഞ്ഞ ദിവസത്തെ പുതുവർഷാഘോഷ പരിപാടിക്ക് കോർപ്പറേഷൻ അനുമതി നിഷേധിച്ചെങ്കിലും പരിപാടികൾ പതിവ് പോലെ നടന്നു. നിയമം നോക്കുകുത്തിയായി. 31 ഞങ്ങൾ CAനെ വിളിച്ചു. നടക്കാവ് CAനെ വിളിച്ചപ്പോൾ പറഞ്ഞു കോർപ്പറേഷൻ ആരെങ്കിലും വരണം സീൽ ചെയ്യാൻ. സംഭവമൊക്കെ വാലിഡാണ്, കംപ്ലയിൻറ്റ് വാലിഡാണ്, സ്റ്റോപ്പ് മെമ്മോ ഉണ്ട്, അത് പ്രൊസീഡ് ചെയ്യരുതെന്നുള്ളതിൽ. അപ്പോൾ കോർപ്പറേഷൻ ഒഫീഷ്യൽ വരണം പക്ഷേ എന്ന് പറഞ്ഞപ്പോഴും സെക്രട്ടറി ഉച്ചവരെ പറഞ്ഞു ഞാൻ ആരാ വരുന്നതെന്ന് ഞാൻ ഇപ്പോൾ വിളിച്ച് പറയാം, നമുക്കത് സീൽ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കോൾ ആരും എടുത്തിട്ടില്ല. പിന്നെ 5:45 ഞാൻ വിളിച്ചപ്പോഴാണ് പറയണത് അതിന് അപ്രൂവലായി. തണ്ണീർത്തടം തകർത്തുകൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിനെതിരെ നടപടി വേണമെന്നും വെറ്റ്ലാൻഡ് അതോറിറ്റിക്ക് കൈമാറണമെന്നും 3 തവണ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും നടപടി ഉണ്ടായില്ല. കേരള വെറ്റ്ലാൻഡ് അതോറിറ്റി 2 മാസം മുമ്പ് കോഴിക്കോട് ജില്ലാ കലക്ടർക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും കത്തയച്ചെങ്കിലും അധികൃതർ നിഷ്ക്രിയത്വം തുടരുകയായിരുന്നു. രാജ്യത്ത് തന്നെ ഏറെ സംരക്ഷിതമായ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തിയാണ് കൂറ്റൻ കെട്ടിടം പണിതുയർത്തിയിട്ടുള്ളത്. നടപടിയെടുക്കണമെന്ന് ശുപാർശ ചെയ്യുന്ന നിരവധി കോടതി ഉത്തരവുകൾ പുറത്തുവന്നിട്ടും നിയമലംഘനത്തിനെതിരെ അധികൃതർ ഇവിടെ കണ്ണടയ്ക്കുകയാണ്. ക്യാമറാമാൻ അമർജിത്ത് കൽപ്പറ്റയ്ക്കൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. കൂടുതൽ വിവരങ്ങളുമായി S. വിനേഷ് കുമാർ തന്നെ ചേരും. വിനേഷ്, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ പ്രകൃതിയോട് കളിച്ചപ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ പ്രളയരൂപത്തിലും ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിലും ഒക്കെ കണ്ടതാണ്. എന്നിട്ടും മനുഷ്യർ പഠിക്കുന്നില്ല. ഈ തണ്ണീർത്തടം മണ്ണിട്ട് നികത്തിയവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല അല്ലേ? അതെ ശ്രീജ, ഇവിടെ കഴിഞ്ഞ 2017 ഇവിടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് മുതൽ തന്നെ പ്രദേശവാസികൾ സമരത്തിനിറങ്ങിയിരുന്നു. മാത്രമല്ല നമുക്കറിയാം, നമുക്കൊരു 3 സെൻറ്റ് സ്ഥലത്ത് ഒരു വയലിലോ മറ്റോ ഒരു വീട് നിർമ്മിക്കാൻ നികത്തണമെങ്കിൽ പോലും ഉണ്ടാവുന്ന അതിലെ നൂലാമാലകളും അതിൻ്റെ സങ്കീർണമായ നിയമക്കുരുക്കുകളും എല്ലാം തന്നെ നമുക്കറിയാം. എന്നാൽ ഇവിടെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന ഇവിടെ 10 ഏക്കർ സ്ഥലമാണ് ഈ എമറാൾഡ് ഫൈസൽ എന്ന് പറഞ്ഞ പല ആളുകളിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. പൂർണ്ണമായും തണ്ണീർത്തടമാണ്, കണ്ടൽക്കാടുകൾ നിറഞ്ഞ സ്ഥലമാണ്, വ്യത്യസ്തമായ കണ്ടൽക്കാടുകൾ നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച തണ്ണീർത്തടത്തിൽ ഒന്നായി കരുതപ്പെടുന്നതും സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇവിടെ വലിയൊരു കെട്ടിടം നിർമ്മിക്കുന്നത്. അന്നത്തെ കോർപ്പറേഷൻ സെക്രട്ടറി ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുമതി നിഷേധിച്ചതാണ്. പിന്നീട് കോർപ്പറേഷനിൽ വന്ന സെക്രട്ടറി ബിനി ഉൾപ്പെടെ ഉള്ളവർ ഇടപെട്ടാണ് ഇവർക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി അനുമതി നൽകി എന്നുള്ള വിവരം പുറത്തു വന്നതാണ്. എന്നാൽ ഇതിനിടെ പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും നിരവധി തവണ നിയമയുദ്ധം തന്നെ നടത്തി, ഒപ്പം തന്നെ പ്രക്ഷോഭങ്ങൾ നടത്തി. അതെല്ലാം തന്നെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു നിലപാടിലേക്ക് കോർപ്പറേഷൻ അധികൃതർ പോകുന്നതും നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇവിടെയുള്ള 4.5 ഏക്കറോളം, ഈ 10 ഏക്കറിൽ 4.5 ഏക്കറോളം സ്ഥലം ഡാറ്റാ ബാങ്കിൽ വരുന്ന സ്ഥലമാണെന്ന് കണ്ടെത്തിയതാണ്. നമുക്കറിയാം, ഡാറ്റാ ബാങ്കിൽ വരുന്ന സ്ഥലം നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കേണ്ടതാണ്. യാതൊരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഇത് തരം മാറ്റുന്നത് ഉൾപ്പെടെയുള്ള ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല, മണ്ണിടാൻ പാടില്ല. ആ ഒരു തണ്ണീർത്തടം അതേപടി നിലനിർത്തണം എന്നുള്ളതാണ് നിയമം. ഇതെല്ലാം തന്നെ ഇവിടെ മറികടന്നിരിക്കുന്നു. ഒരു സാധാരണ കർഷകനാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഏതൊക്കെ തരത്തിൽ നിയമത്തിൻ്റെ നൂലാമാലകൾ വരുമെന്ന്. എന്നാൽ ഇവിടെ ഒരു സമ്പന്നൻ നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ്, ഏറ്റവും വലിയ തട്ടിപ്പിന്
ഇത്തരത്തിലുള്ള നിയമലംഘനത്തിന് നമ്മളുടെ അധികൃതർ തന്നെ കുടപിടിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. റവന്യൂ വകുപ്പ് തന്നെയാണ് ഈ 4.5 ഏക്കറോളം സ്ഥലം ഡാറ്റാ ബാങ്കിലാണെന്ന് കണ്ടെത്തിയത്. പക്ഷേ തുടർ നടപടി ഉണ്ടായില്ല. പിന്നീട് 3 തവണ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു ഈ സമരസമിതിക്ക്. ഹൈക്കോടതിയിൽ നിന്ന് 2 തവണയും നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. 3-ാം തവണയാവട്ടെ ഇത് കൃത്യമായി തന്നെ ഈ ഒരു വെറ്റ്ലാൻഡ് അതോറിറ്റിക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അതൊന്നും തന്നെ 3 തവണ ഈ വെറ്റ്ലാൻഡ് അതോറിറ്റി കേരള വെറ്റ്ലാൻഡ് അതോറിറ്റി ഇവർക്ക് കത്തയച്ചിരുന്നു, കോർപ്പറേഷന് കത്തയച്ചിരുന്നു. എന്നാൽ കോർപ്പറേഷൻ അതിന്മേലും യാതൊരു നടപടിയും ഉണ്ടായില്ല. കഴിഞ്ഞ ഒരു മാസം വരെ ഇവർക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വരെ ഈ കോർപ്പറേഷന് കത്തയച്ചിരുന്നു. അതിന്മേലും യാതൊരു നടപടിയും ഉണ്ടായില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി ഗ്രീൻ ട്രിബ്യൂണലിനെ സമീപിക്കുകയും കെട്ടിടം പൊളിക്കുന്നത് വരെ നിയമയുദ്ധത്തിനൊപ്പം തന്നെ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പരിസ്ഥിതി പ്രവർത്തകരുടെയും പ്രദേശവാസികളുടെയും തീരുമാനം. ശ്രീജ. ശരി വിനീഷ്, എന്തായാലും കോഴിക്കോട് കോട്ടൂളി തണ്ണീർത്തടം മണ്ണിട്ട് നികത്തി നിർമ്മിച്ച സ്വകാര്യ കെട്ടിടത്തിനെതിരെ കോർപ്പറേഷൻ അധികൃതർ നടപടിയെടുക്കാതെ ഒത്തുകളി തുടരുമ്പോൾ നിയമം നോക്കുകുത്തിയാകുകയാണോ എന്ന് ചോദിക്കേണ്ടി വരും. കാരണം ഹൈക്കോടതി ഉത്തരവിനെയൊക്കെ മറികടന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ നിർമ്മിച്ച് അത് പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിവരങ്ങളുമായി ഇപ്പം ചേരുകയായിരുന്നു എസ് വിനേഷ് കുമാർ. ഡൽഹിയിൽ വായുമലിനീകരണവും പുകമഞ്ഞും രൂക്ഷമാവുകയാണ്. ദ്വാരക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ 400-ന് മുകളിലാണ് വായുമലിനീകരണ തോത്. പുകമഞ്ഞ് രൂക്ഷമായി തുടരുന്നു. റെയിൽ വ്യോമഗതാഗതങ്ങളെ പുകമഞ്ഞ് സാരമായി ബാധിച്ചു. വിമാന സർവീസുകൾ വൈകുമെന്ന് കമ്പനികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഡൽഹിയിലെ പ്രശ്നം അത് സോൾവ് ചെയ്യപ്പെടുന്നതേ ഇല്ല. കാരണം ഓരോ ദിവസവും അത് രൂക്ഷമായിക്കൊണ്ടേയിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. റെയിൽ വ്യോമഗതാഗതത്തെ ബാധിക്കുന്നുണ്ട്. പക്ഷേ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ്? ഷിജ, ഇന്ന് ഡൽഹിയിൽ ഓറഞ്ച് അലർട്ടാണ്. പുകമഞ്ഞ് രൂക്ഷമാണ്. ദൂരക്കാഴ്ച വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. വാഹനങ്ങൾ ജാഗ്രതയോടുകൂടി മാത്രം മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിമാന സർവീസുകളെ ഒക്കെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ താപനില 4 അല്ലെങ്കിൽ 5 ഡിഗ്രിയിലേക്ക് എത്തും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ 8 ഡിഗ്രിയാണ് നിലവിൽ ഡൽഹിയിൽ ഉൾപ്പെടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാകെ തന്നെയുള്ളത്. അത് ഇനിയും താഴേക്ക് പോകും. ഇനി ഒരാഴ്ച കൂടി തന്നെ ഇതേ അവസ്ഥ തന്നെ തുടരും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ വായു മലിനീകരണം ഡൽഹിയിൽ ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ അതിശയത്തിന്റെ പിടിയിലാണെങ്കിലും അവിടെ മലിനീകരണം കുറവാണ്. പക്ഷെ ഡൽഹിയിലേക്ക് എത്തിയ പല സ്ഥലത്തും 400-ന് മുകളിലാണ്. ദ്വാരക, അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പരിസരങ്ങളിലെല്ലാം തന്നെ 400-ഉം 380-നും മുകളിലൊക്കെ തന്നെയാണ് ഇപ്പോഴും വായു മലിനീകരണ തോത് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടിയ താപനില ഇനിയിപ്പോൾ എത്താൻ പോകുന്നത് ഇന്ന് 16 ഡിഗ്രി എന്നുള്ളത് മാത്രമാണ് എത്തുന്നത്. അതിനപ്പുറത്തേക്ക് പോകില്ല എന്ന് തന്നെ വ്യക്തം. അതായത് ഈ ശൈത്യം ഇങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. ദൂരക്കാഴ്ചയും കുറയും. അതുകൊണ്ട് തന്നെ ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും വിമാന സർവീസുകളെയും റെയിൽ സർവീസുകളെയും ഇത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇന്നും വിമാന സർവീസുകൾ വൈകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രക്കാർ അക്കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം വിമാനത്താവളത്തിലേക്ക് എത്താൻ എന്നുള്ളത് ഇപ്പോൾ വിമാന കമ്പനികൾ വ്യക്തമാക്കുന്നുണ്ട്. റെയിൽവേയും സമാനമായ രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് മലിനീകരണം കുറയ്ക്കാൻ ആവശ്യമായ നടപടികൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നു. ഡീസൽ വാഹനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കൃത്രിമ മഴ ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് മറ്റ് രീതിയിലുള്ള നടപടികളൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഈ രീതിയിൽ തന്നെ തുടർന്നാൽ കുറെ കൂടി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തന്നെ രാജ്യതലസ്ഥാനം എത്തും. അതുകൊണ്ട് കൃത്യമായ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ നൽകിയിട്ടുണ്ട്. ശ്രീജ. ശരി പ്രശാന്ത്, എന്തായാലും ഡൽഹിയിൽ വായുമലിനീകരണവും പുകമഞ്ഞും ഒക്കെ അങ്ങനെ രൂക്ഷമായി തുടരുകയാണ്. റെയിൽ വ്യോമഗതാഗതമൊക്കെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട് തന്നെയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് പ്രശാന്ത് പറയുന്നത്. ചൂട് കാപ്പിക്കൊപ്പം പുസ്തകം വായിച്ചിരിക്കാം, സൗഹൃദം പങ്കിടാം. തലസ്ഥാനത്ത് ഇതെല്ലാം സാധ്യമാകുന്ന ഒരിടമുണ്ട്. എവിടെയാണെന്നറിയാമോ? പാളയത്തെ ബുക്ക് മാർക്ക് കഫേ. വിശാലമായ പുസ്തകലോകമാണ് തിരുവനന്തപുരം പാളയത്തെ ബുക്ക് മാർക്ക് കഫേ. വായനശാല എന്നതിലുപരി പുസ്തകപ്രേമികൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങൾക്കൊപ്പം മണിക്കൂറുകളോളം ചെലവഴിക്കാൻ കഴിയുന്ന ഒരിടം. ഇഷ്ടമുള്ള പുസ്തകം തിരഞ്ഞെടുക്കാം, ഒപ്പം ചൂട് കാപ്പിയും. ഇത്തിരി പുസ്തക ചർച്ചയുമാകാം.
കഫേ ബുക്ക് മാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ നാളായിട്ട് ഇവിടെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ വായിക്കാനൊരു നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെ കിട്ടാറുണ്ട് ഇവിടെ വരുമ്പം. ബഷീറിന്റെയും MTയുടെയും തുടങ്ങി ആധുനിക എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വരെ ഇവിടെ വായനക്കാരെ കാത്തിരിക്കുന്നു. പഴയ മാതൃകയിൽ എല്ലാ പുസ്തകങ്ങളും വായിക്കുന്ന ആളുകളെയല്ല നാം പുതിയ തലമുറയിൽ കാണുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഏറ്റവും പ്രിയങ്കരമായ പുസ്തകങ്ങൾക്ക് വേണ്ടി അവർ സമയം ചെലവിടുന്നു. അപ്പോൾ അത്തരം ആളുകൾക്ക്, പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ളവർക്ക് വന്നിരുന്ന് സ്വതന്ത്രമായി വായിക്കാനുള്ള ഒരു സ്പേസ് എന്നുള്ള നിലയ്ക്കാണ് കഫേ ബുക്ക് മാർക്ക് വിഭാവനം ചെയ്തിട്ടുള്ളത്. മറ്റ് ലൈബ്രറികളെ പോലെ അംഗത്വമെടുക്കേണ്ട, ആവശ്യമുള്ള പുസ്തകം നമുക്ക് എത്തിച്ചു നൽകുകയും ചെയ്യും. രാവിലെ 9 മണി മുതൽ രാത്രി 9 വരെ പ്രവർത്തനമുള്ള ഇവിടെ തലസ്ഥാന നഗരിയിലെത്തുന്ന എല്ലാ വായനക്കാർക്കും സമയം ചെലവഴിക്കാം. തിരക്കേറിയ ജീവിത സാഹചര്യത്തിലും തലസ്ഥാനത്ത് ഇങ്ങനെ ഒരിടമുണ്ട്. ഒരു ചായയും പുസ്തകവും ലഭിക്കുന്ന മനുഷ്യർക്ക് സന്തോഷം നൽകുന്ന പ്രിയ ഇടം. ക്യാമറമാൻ ചന്ദ്രജോസിനോടൊപ്പം സനീറ്റ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. Sharanamritam powered by Dhanalakshmi Bank, banking on relationships forever. Swamiye Sharanamritam. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 87,774 തീർത്ഥാടകരാണ് ശബരിമലയിലെത്തിയത്. തിരക്ക് കൂടിയതോടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഏറെ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നു എന്ന പരാതി കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ ശബരിമലയിലെത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ബാലാവകാശ കമ്മീഷനൊക്കെ എത്തിയിരുന്നു. തീരുമാനം എന്താകും എന്നുള്ളത് നമുക്ക് ഇനി അറിയാനും കഴിയും. പക്ഷേ ഇന്നത്തെ ഒരു തിരക്ക് എങ്ങനെയാണ്? ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? സ്പോട്ട് ബുക്കിംഗ് അടക്കം കാര്യങ്ങൾ എങ്ങനെയാണ്? ഇന്ന് തിരക്കുണ്ടോ നല്ലോണം? ശ്രീജ, ഇന്നും രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ ശബരിമല നട തുറന്നപ്പോൾ വലിയൊരു തിരക്ക് ശബരിമല സന്നിധാനത്ത് തന്നെ കഴിഞ്ഞ ദിവസം തമ്പടിച്ചിരുന്ന കുറേ ഭക്തർ ഉണ്ടായിരുന്നു. പുലർച്ചെ ദർശനം നടത്തി ഇവിടെ നിന്ന് മടങ്ങുന്നതിന് വേണ്ടി ഇവിടെ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ശബരിമല കയറി ഇവിടെ തന്നെ വിശ്രമിച്ചിരുന്ന കുറേ ഭക്തർ, ആ ഭക്തരും ഒപ്പം തന്നെ ഇന്ന് രാവിലെ പുലർച്ചെ മുതൽ മലയിലേക്ക് എത്തിയ ഭക്തരുമെല്ലാം ചേർന്നപ്പോൾ ശബരിമല സന്നിധാനം ഈ കാണുന്ന പോലെ ഫ്ലൈ ഓവറുകളിലേക്കും ഒപ്പം ഏറെ നേരം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലുമൊക്കെ എത്തിയിരിക്കുകയാണ്. ഏതായാലും ഭക്തജനങ്ങൾ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്നതിൽ ഒരു കുറവൊന്നുമില്ല. നിരവധി ഭക്തർ അയ്യപ്പൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഏറെ നേരം ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം അത് പലപ്പോഴും അവരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. പലയിടങ്ങൾ മരക്കൂട്ടത്തും ശരംകുത്തിയിലുമൊക്കെ ഇങ്ങനെ ഇത്തരത്തിൽ വളരെ നിയന്ത്രിച്ചുകൊണ്ട് ക്യൂ നിർത്തി നിയന്ത്രിച്ചുകൊണ്ടാണ് ഭക്തരെ ഇപ്പോൾ ഈ സന്നിധാന ഭാഗത്തേക്ക് കടത്തിവിടുന്നത്. സന്നിധാന ഭാഗത്തേക്ക് ഇവരെത്തുമ്പോൾ ഈ നടപ്പന്തലിൽ ഇവർക്ക് ഏറെ നേരം ക്യൂ നിൽക്കേണ്ടി വരുന്നു എന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം സന്നിധാനത്ത് തൊട്ടടുത്ത് തന്നെയാണ് ഈ നടപ്പന്തലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നടപ്പന്തലിലേക്ക് എത്തിയിട്ട് അയ്യപ്പൻ്റെ മുന്നിലേക്ക് എത്താൻ ഒരു 50 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ അവർക്ക് നിൽക്കേണ്ടി വരുന്നത് 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോളം സമയദൈർഘ്യത്തിൽ അവർക്ക് അങ്ങനെ കാത്തു നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ അയ്യപ്പൻ്റെ മുന്നിൽ എടുത്തിട്ട് പിന്നും അവരങ്ങനെ ഒരു കാത്തിരിപ്പ് തുടരുമ്പോൾ അത് സ്വാഭാവികമായും ഭക്തരെയൊക്കെ അലോസരപ്പെടുത്തുന്നുണ്ട്. അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം എത്രയും പെട്ടെന്ന് അയ്യപ്പനെ കണ്ട് അവർക്ക് ഇവിടെ നിന്നും തിരികെ വീടുകളിലേക്ക് മടങ്ങണം. അല്ലെങ്കിൽ ഏറെ നാളായി യാത്ര ചെയ്തൊക്കെ വരുന്ന അയ്യപ്പ ഭക്തന്മാരുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഭക്തന്മാരുണ്ട്. അത്തരത്തിൽ നിരവധി ഭക്തന്മാർ ഇങ്ങനെ എത്തുമ്പോൾ ഇവർക്ക് വീണ്ടും ഇവിടെ ഏറെ നേരം കാത്തുനിന്ന് അയ്യപ്പനെ കാണുന്ന ഒരു ബുദ്ധിമുട്ട് അത് അവർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം ഈ ശബരീശ സന്നിധിയിൽ ഒരു രാത്രിയിൽ ഒരു മഴ പെയ്തിരുന്നു. ആ മഴയുടെ തണുപ്പ് ഇപ്പോഴും ഈ അന്തരീക്ഷത്തിലൊക്കെ തന്നെയുണ്ട്. ഇപ്പോഴും ഒരു മഴയുടെ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അന്തരീക്ഷം മേഘാവൃതമാണ്. പക്ഷേ ഇത് ഇപ്പോൾ മഴയൊന്നും ഈ ഭക്തർ ദർശനം തുടങ്ങിയതിനു ശേഷം മഴ പെയ്യാത്തത് കൊണ്ട് അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഏതായാലും സന്നിധാനത്ത് ഭക്തർക്കുണ്ടാകുന്നില്ല. ഇപ്പോൾ നിരവധി ഭക്തർ ഈ 18-ാം പടി കയറി അയ്യപ്പനെ കാണുന്നതിനായി ഈ ഒരു ഫ്ലൈ ഓവറിലും ഒപ്പം തന്നെ ശബരീശ സന്നിധിക്ക് സമീപമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ ഏറെ നേരം ക്യൂവിൽ നിന്ന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ഭക്തരുടെ പരാതികളിൽ തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ
ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ ഈ അയ്യപ്പ സന്നിധിയിൽ എത്തിയിരുന്നു. അവർ പമ്പ മുതൽ സന്നിധാനം വരെ നടന്നുകൊണ്ട് ഈ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ക്യൂ നിൽക്കുന്നതും യാത്ര ചെയ്യുന്നതുമായ കുട്ടികളോട് അവരുടെ കാര്യങ്ങളൊക്കെ തിരക്കി അവരുടെ വിഷമഘട്ടങ്ങളൊക്കെ അവർ നേരിട്ട് മനസ്സിലാക്കി ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ ഇവർക്ക് പ്രത്യേകം ക്യൂ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളിലേക്ക് എത്തണം എന്നൊരു ആവശ്യവും ഈ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഈ ഒരു സ്ഥലം സന്ദർശിച്ച് ഈ ഒരു അവസ്ഥ മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവർ പറയുകയുണ്ടായി. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡും പോലീസ് ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെയാണ്. അവർ അതിനായി കാര്യങ്ങൾ നിർദ്ദേശം നൽകുക മാത്രമാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ചെയ്തിട്ടുള്ളത്. ഇക്കാര്യങ്ങളിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡും ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ തന്നെ കുട്ടികൾക്ക് ഒരു പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിൽ ഭക്തർക്ക് സുഗമമായ അയ്യപ്പ ദർശനം സാധ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാം. ഏതായാലും അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവില്ല. ഈ മണ്ഡലവിളക്ക് തീർത്ഥാടന മഹോത്സവം സമാപിച്ചതിന് തൊട്ടു പിന്നാലെ ആരംഭിച്ച ഈ മകരവിളക്ക് മഹോത്സവത്തിലും ഇത്തരത്തിൽ അയ്യപ്പന്മാരുടെ എണ്ണം കൂടി വരികയാണ്. ഈ കൂടി വരുന്ന അയ്യപ്പന്മാരുടെ എണ്ണത്തിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കുന്നതിൽ മറ്റ് സംവിധാനങ്ങളും പോലീസും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ അയ്യപ്പന്മാർ ഇവിടേക്ക് വർദ്ധിച്ചു വരുന്ന, അതായത് എണ്ണം കൂടി വരുമ്പോൾ അവരെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ അയ്യപ്പ ദർശനം സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വെല്ലുവിളി. പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു കൃത്യമായ ക്രമീകരണം നടത്തേണ്ടിയിരിക്കുന്നത് ഇവരെ എങ്ങനെയാണ് ഇത്തരത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് സന്നിധാനത്തേക്ക് എത്തിച്ച് 18-ാം പടിയിലൂടെ അയ്യപ്പൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ചിന്തിക്കേണ്ടത് ഈ അയ്യപ്പന്മാരുടെ തിരക്ക് അത് എവിടെയാണ് കൂടുതൽ നിയന്ത്രിക്കേണ്ടത്. അതായത് അയ്യപ്പന്മാർ സന്നിധാനത്തെ ഏറെ നേരം അവരെ നിയന്ത്രിച്ച് നിർത്തിക്കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിന് മുന്നേ ഉള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ നിയന്ത്രണങ്ങളിലൂടെ ചെറിയ ക്യൂകളിലൂടെ അവരെ ഇവിടേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആവശ്യം അയ്യപ്പന്മാരും പറയുന്നുണ്ട്. കാര്യം ഒരു സ്ഥലത്തേക്ക് എത്തി അയ്യപ്പൻ്റെ മുന്നിലെത്തി ഏറെ നേരം 1 മണിക്കൂറോളം കാത്തു നിൽക്കുമ്പോൾ അത് അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഏതായാലും രാവിലത്തെ പൂജകളൊക്കെ തന്നെ ശബരിമലയിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അയ്യപ്പന്മാർ കാത്തു നിൽക്കുന്നു. ഒപ്പം ഈ ഒരു ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ ഇപ്പോൾ ശബരീശ സന്നിധിയിൽ കാണാം. ശബരീശ സന്നിധിയിൽ ഇപ്പോൾ എന്തായാലും ഭക്തിസാന്ദ്രമായ ഈ അന്തരീക്ഷത്തെ അയ്യപ്പന്മാരൊക്കെ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ശ്രീജ. ശരി സുധീഷ്. ശബരിമലയിൽ ഭക്തജന തിരക്ക് ഇന്നും തുടരുകയാണ്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു സുധീഷ് കുമാർ. 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇന്ന് ചങ്ങനാശ്ശേരി പെരുന്നയിലെ NSS ആസ്ഥാനത്ത് നടക്കും. 11 മണിക്ക് മന്നം ജയന്തി സമ്മേളനം ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗവും MG സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്യും. പ്രശാന്ത് ജോസഫ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി അവിടെ? ശ്രീജ, ഈ മന്നം ജയന്തി ആഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ ഏകദേശം 1 മാസം മുൻപേ തന്നെ ആരംഭിച്ചതാണ്. പെരുന്ന NSS ആസ്ഥാനത്ത് ഇതിനായി വലിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതേപോലെ തന്നെ അവിടെ വലിയൊരു പന്തലും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണി മുതൽ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടക്കും. 11 മണിക്കാണ് മന്നം ജയന്തി പൊതുസമ്മേളനം നടക്കുന്നത്. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗവും MG സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ സിറിയക് തോമസ് ആണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത്തവണ ഏതായാലും കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട് ഈ മന്നം ജയന്തി പൊതുസമ്മേളനത്തിന്. കാരണം ഇന്നലെ അഖില കേരള നായർ പ്രതിനിധി സമ്മേളനം പെരുന്നയിൽ നടന്നിരുന്നു. ഇപ്പോൾ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നലെ NSS ജനറൽ സെക്രട്ടറി സർക്കാർ നിലപാടിനെ പിന്തുണച്ച് വീണ്ടും രംഗത്തെത്തിയിരുന്നു. നമുക്കറിയാം, മുൻപ് ഈ ഒരു വിഷയത്തിൽ ശബരിമലയിലെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നു. NSSുമായി ബന്ധപ്പെട്ട് സർക്കാർ വിളിച്ചു ചേർത്ത അയ്യപ്പ സംഗമത്തെ NSS ജനറൽ സെക്രട്ടറി പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾ ഉയരുകയും ജനറൽ സെക്രട്ടറിക്കെതിരെ വലിയ വിമർശനങ്ങൾ സമുദായത്തിൽ നിന്ന് തന്നെ ഉയരുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ നടന്ന അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിലും തന്റെ നിലപാട് അല്ലെങ്കിൽ NSSന്റെ നിലപാട് ആവർത്തിച്ച് ജനറൽ സെക്രട്ടറി വീണ്ടും രംഗത്തെത്തിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അടക്കം സർക്കാർ നിലപാടിനെ ജനറൽ സെക്രട്ടറി പിന്തുണയ്ക്കുകയായിരുന്നു. NSS എന്നും നൽകുന്നത് വിശ്വാസികൾക്കൊപ്പമാണെന്നും വിശ്വാസികളുടെ ക്ഷേമത്തിനായി അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ ക്ഷേമത്തിനായാണ് സർക്കാർ അയ്യപ്പ സംഗമം വിളിച്ചു ചേർത്തത്. മുൻപ് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാട് തിരുത്തുകയും
ചെയ്യുകയും തുടർന്ന് അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പന്മാർക്ക് സുഗമമായി ദർശനം നടത്തുന്നതിനും മറ്റു സൗകര്യങ്ങളും ഒക്കെ മുൻനിർത്തി ഒരു അയ്യപ്പ സംഗമം വിളിച്ചു സർക്കാർ തയ്യാറായത് ശ്ലാഘനീയമായ നടപടിയാണ് എന്ന് തന്നെയാണ് ജനറൽ സെക്രട്ടറി ഇന്നലെയും പറഞ്ഞു വെച്ചത്. അതേപോലെ തന്നെ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാർ കൃത്യമായി നിലപാട് സ്വീകരിക്കുകയും ഇപ്പോൾ SITയുടെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന തരത്തിലുമുള്ള കാര്യങ്ങൾ ജനറൽ സെക്രട്ടറി ഇന്നലെയും പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ജനറൽ സെക്രട്ടറി ഈ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുമ്പോൾ എന്തായിരിക്കും പറയുക, പൊതുസമൂഹത്തോട് അല്ലെങ്കിൽ സമുദായ അംഗങ്ങളോട് എന്തായിരിക്കും പറയുക എന്നുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാവരും. ഏതായാലും ഇന്ന് രാവിലെ 7 മണി മുതൽ തന്നെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന ആരംഭിച്ചിരിക്കുന്നു. 11 മണിക്ക് പൊതുസമ്മേളനം നടക്കും. ഡോക്ടർ ശ്രീക് തോമസ് ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിൽ ആമുഖ പ്രഭാഷണം നടത്തുമ്പോൾ ജനറൽ സെക്രട്ടറി പറയുന്ന വാക്കുകൾക്കായിരിക്കും ഇനി എല്ലാവരും കാതോർക്കുക. ശ്രീജ, തീർച്ചയായും 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇന്ന് ചങ്ങനാശ്ശേരി പെരുന്നേൽ NSS ആസ്ഥാനത്ത് നടക്കും. 11 മണിയോടുകൂടി ചടങ്ങുകളൊക്കെ ആരംഭിക്കും. എന്താണ് പറഞ്ഞതുപോലെ സുകുമാരൻ നായർക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് ഇവരും ഉറ്റുനോക്കുന്നത്. ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിക്കെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളിൽ ഇതുവരെ 7 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 2022 മഹ്സ അമിനി പ്രക്ഷോഭങ്ങൾക്ക് ശേഷം രാജ്യം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വ്യാപകമായ സമര പരമ്പരയാണിതെങ്കിലും സമരക്കാരുടെ എണ്ണം മുൻ വർഷങ്ങളിൽ ഇതിനേക്കാൾ കുറവാണ്. ഇറാനിലെ ലൂർ വംശജർ താമസിക്കുന്ന ഗ്രാമീണ മേഖലകളിലേക്കും ചെറുനഗരങ്ങളിലേക്കുമാണ് നിലവിൽ പ്രതിഷേധം പടരുന്നത്. തലസ്ഥാനമായ ടെഹ്റാനിൽ പ്രക്ഷോഭങ്ങൾ അല്പം ശാന്തമായെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ 7ഓളം പേർക്ക് ജീവൻ നഷ്ടമായത് സ്ഥിതിഗതികൾ സങ്കീർണമാക്കുന്നു. ലോറിസ്ഥാൻ പ്രവിശ്യയിലെ അസ്നാൻ നഗരത്തിലുണ്ടായ സംഘർഷത്തിൽ 3 പേരും ലോർഡേഗാൻ നഗരത്തിലുണ്ടായ വെടിവയ്പിൽ 2 പേരും കൊല്ലപ്പെട്ടു. വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വഴി ജോലി നേടുന്നത് തടയാൻ കർശന നടപടികളുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം. വിദേശികൾ ജോലിക്കായി രാജ്യത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ യോഗ്യതാ പരിശോധനകൾ പൂർത്തിയാക്കും. നിലവിൽ രാജ്യത്തുള്ള വിദേശ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നതിനും നിബന്ധന ബാധകമാണ്. വ്യാജ സർട്ടിഫിക്കറ്റുകളും അതുവഴി നേടുന്ന പ്രൊഫഷണൽ ലൈസൻസുകളും തടയുന്നതിന്റെ ഭാഗമായാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ നടപടി. ഒമാൻ പ്രൊഫഷണൽ അക്രഡിറ്റേഷൻ സംവിധാനത്തിന് കീഴിലാണ് പ്രവാസി തൊഴിലാളികൾ രാജ്യത്തേക്ക് എത്തുന്നതിന് മുൻപുള്ള പരിശോധനകൾ നടപ്പാക്കുന്നത്. അക്കാദമിക് പ്രൊഫഷണൽ യോഗ്യതകൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ എൻട്രി പെർമിറ്റുകൾ അനുവദിക്കൂ. പുതിയ പ്രവാസി തൊഴിലാളികൾക്കും നിലവിലുള്ള വിദേശ തൊഴിലാളികൾക്ക് ലൈസൻസുകൾ പുതുക്കുന്നതിനും ഈ നടപടിക്രമങ്ങൾ ബാധകമാണ്. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റുകളും വർക്ക് പെർമിറ്റുകളും വ്യാജമായി തയ്യാറാക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ ഉണ്ടാകും. ഇത്തരത്തിലുള്ളവർക്ക് തൊഴിൽ നൽകുന്ന സ്ഥാപനങ്ങളും നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും. എഞ്ചിനീയറിംഗ്, ലോജിസ്റ്റിക്സ്, അക്കൗണ്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി നേടുന്നതിന് അതാത് സെക്ടറൽ സ്കിൽ യൂണിറ്റുകളുടെ അംഗീകാരം നേടിയിരിക്കണം. ഊർജ്ജം, ധാതു ഉൾപ്പെടെയുള്ള ചില മേഖലകൾക്ക് ഈ വർഷം ജൂൺ 1 വരെ നടപടികൾ പൂർത്തിയാക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വ്യവസായം, നിയമ, കൺസൾട്ടൻസി തുടങ്ങിയ മേഖലകളിലേക്കും അക്രഡിറ്റേഷൻ സംവിധാനം വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ട്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. പുതുവത്സരത്തലേന്ന് ബിവറേജസ് കോർപ്പറേഷന് 16.93 കോടി രൂപയുടെ അധിക വിൽപ്പന. ഔട്ട്ലെറ്റുകളിലും വെയർഹൌസുകളുമായി 125 കോടി 64 ലക്ഷം രൂപയുടെ മദ്യമാണ് ഡിസംബർ 31 വിറ്റത്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, നമ്മൾ ക്രിസ്മസ് ദിനത്തിൽ കണ്ടു, ആ വാരത്തിൽ കണ്ടു റെക്കോർഡ് വിൽപ്പനയായിരുന്നു. സ്വാഭാവികമായും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ ന്യൂ ഇയറും അത്തരത്തിൽ വിൽപ്പനയിൽ റെക്കോർഡ് മറികടക്കുമെന്ന്. അത് തന്നെ സംഭവിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ശ്രീജ, കാരണം ഈ ന്യൂ ഇയറിന്റെ തലേന്ന് വരെ ഈ വെയർഹൌസുകളിൽ നിന്നും അതുപോലെ തന്നെ ഈ ബെക്കോ ഔട്ട്ലെറ്റുകളിൽ നിന്നുമായിട്ട് ഏകദേശം 125.64 കോടി രൂപയുടെ മദ്യമാണ് വിറ്റുപോയിരിക്കുന്നത്. ഈ 2024 ഡിസംബർ 31 വിൽപ്പന എന്ന് പറയുന്നത് 108.71 കോടി രൂപയായിരുന്നു. ഏതായാലും അതിനേക്കാളൊക്കെ വലിയ രീതിയിലുള്ളൊരു വിൽപ്പനയിൽ വർധനവ് തന്നെയാണ് ഇത്തവണയും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഈ ബെപ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മാത്രം, വെയർഹൌസ് കൂട്ടാതെ ബെപ്കോ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മാത്രം 105.78 കോടി രൂപയുടെ വിൽപ്പനയാണ് മൊത്തത്തിൽ നടന്നത്. അത് 2024 97.13 കോടി രൂപയായിരുന്നു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോയിരിക്കുന്നത്. ഏകദേശം 92.89 കോടി രൂപയുടെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം വിറ്റുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബിയർ, വിദേശ നിർമ്മിത വിദേശ മദ്യം, വൈൻ, വിദേശ നിർമ്മിത വൈൻ എന്നിങ്ങനെയുള്ളതാണ് മറ്റ്
വിറ്റുപോയിരിക്കുന്ന ഏറ്റവും കൂടുതലായിട്ട് വിറ്റുപോയിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ ഈ കടവന്ത്ര ഔട്ട്ലെറ്റിലാണ് ഏറ്റവും കൂടുതൽ ഒറ്റ ദിവസം കൊണ്ട് 1 കോടി രൂപയുടെ മദ്യവിൽപ്പന ഉണ്ടായിരിക്കുന്നത്. അത് പുതുവർഷ തലേന്ന് ഏകദേശം 1,16,610 രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. 2ാം സ്ഥാനവും കൊച്ചിയിലെ തന്നെ ഒരു ഔട്ട്ലെറ്റിലാണ്, രവിപുരം ഔട്ട്ലെറ്റിലാണ് 2ാം സ്ഥാനത്തിലുള്ളത്. 3ാം സ്ഥാനത്ത് വിൽപ്പന നടന്നിരിക്കുന്നത് എടപ്പാൾ കുറ്റിപ്പാല ഔട്ട്ലെറ്റിലാണ്. ഏതായാലും ഈ ന്യൂ ഇയറിന്റെ തലേ ദിവസം സംസ്ഥാനത്ത് വെയർഹൌസുകളിൽ നിന്നും അതുപോലെ തന്നെ ബെൻകോ ഔട്ട്ലെറ്റുകളിൽ നിന്നുമായി 125 കോടി രൂപയിലധികം മദ്യവിൽപ്പനയാണ് നടന്നിരിക്കുന്നത് എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇത് ഏതായാലും വർധനവ് തന്നെയാണ് ഇത്തവണയും. അത് നമുക്ക് പ്രതീക്ഷ തെറ്റിയില്ല എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിലുള്ള ഒരു വർധനവ് തന്നെയാണ് ഇത്തവണയും ഈ ന്യൂ ഇയറിന്റെ തലേന്നുള്ള മദ്യവിൽപ്പനയിൽ കാണുന്നത്. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വിപണിയിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസമായി വിപണിയിൽ നിക്ഷേപ താല്പര്യം തുടരുക തന്നെയാണ്. ജനുവരി സീരീസ് നല്ല രീതിയിലാണ് വ്യാപാരം തുടങ്ങിയിരിക്കുന്നത്. 26,000-ന് മുകളിലാണ് ഇപ്പോൾ മുൻനിര സൂചികയായി നിഫ്റ്റി നിലകൊള്ളുന്നതും. ഇനി ഈ ഒരു നിലവാരത്തിൽ വിപണിക്ക് ക്രമപ്പെടേണ്ടതുണ്ട്. ഇന്നലത്തെ വിപണിയിൽ കണ്ടതും ആ ഒരു ക്രമപ്പെടൽ തന്നെയാണ്. അത് രൂപപ്പെട്ടതിന് ശേഷം മാത്രമേ ഇനി മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. 26,300 എന്നുള്ള നിഫ്റ്റിയുടെ നിലവാരം വളരെ പ്രധാനമാണ്. ആ ഒരു നിലവാരത്തിന് മുകളിലേക്ക് വ്യാപാരം നീങ്ങുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നുള്ളൂ. മുൻനിര ചില ബാങ്കിങ് ഓഹരികളിൽ അധികം അത്ര നിക്ഷേപ താല്പര്യമില്ലാത്തതാണ് ബാങ്കിങ് സൂചികയെ താഴേക്ക് നയിക്കുന്നത്. ICICI, ആക്സിസ് ബാങ്ക്, HDFC തുടങ്ങിയവയിൽ ഒരു നിക്ഷേപ താല്പര്യം വരികയാണെങ്കിൽ തീർച്ചയായും അത് ബാങ്ക് നിഫ്റ്റിയിലും ഒപ്പം തന്നെ മറ്റ് മേഖലകൾക്കും ഫിനാൻഷ്യൽ സർവീസ് മേഖലകൾക്കും അതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിതരണത്തിൽ വളരെ പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ വിൽപ്പനയിൽ തന്നെയാണ്. ചെറുകിട നിക്ഷേപകരുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ ഒരു നീക്കമുണ്ട്. 2ാം നിര ചെറുകിട ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യം കാണിക്കുന്നതും അത് തന്നെയാണ്. എന്തായാലും ഇനി വിപണിയെ സ്വാധീനിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഘടകം കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ തന്നെയാണ്. ഇത്തവണത്തേത് ഈ ഒരു പാദത്തിലെ ഡിസംബറിൽ അവസാനിച്ച പാദത്തിൽ പ്രവർത്തന ഫലങ്ങൾ മെച്ചപ്പെട്ടതായിരിക്കും എന്നുള്ള പ്രതീക്ഷ വിപണിയിലുണ്ട്. അതിൻ്റെ ഒരു പ്രകടനം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്ന് ആഗോള സാഹചര്യങ്ങളാണ്. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നാളിതുവരെ കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിപണിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്ത്യ-US വ്യാപാര കരാറാണ്. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂല സമീപനമോ സൂചനയോ ലഭിക്കുകയാണെങ്കിൽ അതും വിപണിയുടെ മുന്നോട്ടുള്ള നീക്കത്തിൽ നിർണായകമായിരിക്കും. എന്തായാലും ഇന്ന് ആഴ്ചയിലെ അവസാന വ്യാപാര ദിനമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സ്വാധീനവും വിപണിയിലുണ്ടാവും. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ പ്രതീക്ഷിക്കണം. ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീ ദിലീപ്. പുതുവർഷത്തിൽ നിലം തൊടാതെ പറക്കാൻ റെയിൽവേ. ബുള്ളറ്റ് ട്രെയിനും ഹൈഡ്രജൻ തീവണ്ടിയും വന്ദേ ഭാരത് സ്ലീപ്പറും ഒക്കെയായി വേഗതയ്ക്ക് പുതിയ മാനം നൽകാനൊരുങ്ങുകയാണ് റെയിൽവേ. ഗതാഗത ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറുന്ന നേട്ടമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഈ നേട്ടങ്ങളെ വിശേഷിപ്പിച്ചത്. രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റ് 15-ന് ട്രാക്കിലിറങ്ങും. ആദ്യ ബുള്ളറ്റ് ട്രെയിനിന്റെ ആദ്യ റീച്ച് പരീക്ഷണ ഓട്ടം ഈ വർഷം നടക്കും. 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് പാതയിൽ 320 കിലോമീറ്ററാണ് വേഗം. 5 ഘട്ടമായിട്ടാണ് പാതകൾ പൂർത്തിയാക്കുക. ആദ്യഘട്ടം സൂറത്ത് മുതൽ ബിലിമോറ വരെയാണ്. വാപ്പി മുതൽ അഹമ്മദാബാദ് വരെയാണ് 2ാം ഘട്ടം. 3ാം ഘട്ടം താനെ മുതൽ അഹമ്മദാബാദ് വരെ. തുടർന്നുള്ള ഘട്ടം മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറച്ച് ഇന്റർസിറ്റി യാത്രയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ആദ്യ ഹൈഡ്രജൻ തീവണ്ടി 2026-ൽ ട്രാക്കിലിറങ്ങും. ഹരിയാനയിലെ ജിന്ദ് സോനാപത്ത് ആണ് റൂട്ട്. ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 35 ഹൈഡ്രജൻ തീവണ്ടികൾ ഓടിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി. ഡീസൽ വൈദ്യുതി എഞ്ചിനുകളിൽ നിന്ന് വിഭിന്നമാണ് ഹൈഡ്രജൻ വണ്ടിയുടെ എഞ്ചിൻ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രാഥമിക വിഭവമായി വെള്ളം ഉപയോഗിക്കും. തീവണ്ടിയുടെ ചലനത്തിനാവശ്യമായ വൈദ്യുതിക്കായി ഹൈഡ്രജൻ ഇന്ധന സെല്ലുകളാണ് ഉപയോഗിക്കുന്നത്. ഇവ ഓക്സിജനുമായി ചേർന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ഓരോ ഹൈഡ്രജൻ വണ്ടിയുടെ ഓരോ ബോഗിയിലും ഫ്യൂവൽ സെല്ലുകൾ ഉണ്ടാകും. കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ലിഥിയം ബാറ്ററിയിൽ ശേഖരിക്കും. തീവണ്ടി പുറന്തള്ളുന്നത് നീരാവി മാത്രമാണ്. മണിക്കൂറിൽ 140 കിലോമീറ്ററാണ് വേഗം.
രാജ്യത്തെ ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ റൂട്ടും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് പ്രഖ്യാപിച്ചു. ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിലാണ് ആദ്യ സർവീസ്. ആഹാരം ഉൾപ്പെടെ തേർഡ് എ സിയുടെ നിരക്ക് 2300 രൂപയാണ്. സെക്കൻഡ് എ സിയിൽ 3000 രൂപയും ഫസ്റ്റ് എ സിയിൽ 3600 രൂപയുമാണ് ഗുവാഹത്തി മുതൽ കൊൽക്കത്ത വരെ നിരക്ക്. 11 എയർ കണ്ടീഷൻഡ് 3 ടയർ കോച്ചുകൾ, 4 എയർ കണ്ടീഷൻഡ് 2 ടയർ കോച്ചുകൾ, 1 എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് കോച്ച് എന്നിവ സ്ലീപ്പറിൽ ഉൾപ്പെടുന്നു. കുഷൻ ചെയ്ത ബെർത്തുകൾ, ചെറിയ നൈറ്റ് ലൈറ്റിംഗ് വിഷ്വൽ ഡിസ്പ്ലേ, ഓഡിയോ അനൗൺസ്മെന്റുകൾ, നൂതന ബയോ വാക്വം ടോയ്ലറ്റുകൾ തുടങ്ങി ഒരിക്കൽ വന്ദേഭാരത് സ്ലീപ്പറിൽ കയറിയാൽ ആജീവനാന്തം അവിസ്മരണീയമാകും യാത്രയെന്നാണ് റെയിൽവേയുടെ ഉറപ്പ്. ന്യൂസ് ഡെസ്ക് അമൃത TV. മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സൗമെൻ സെൻ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാകും. സുപ്രീം കോടതി കൊളീജിയം നൽകിയ ശുപാർശ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയതോടെയാണ് സൗമെൻ സെൻ കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസാകുന്നത്. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ ജനുവരി 9 വിരമിക്കുന്ന ഒഴിവിലേക്കാണ് സെൻ എത്തുന്നത്. ജനുവരി 9 പുതിയ ചീഫ് ജസ്റ്റിസായി സെൻ ചുമതലയേൽക്കുക. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്, ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ ഭക്തജന തിരക്ക് അങ്ങനെ തുടരുകയാണ്. സുധീഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. സുധീഷ്, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, പക്ഷേ ആളുകളുടെ ഒഴുക്ക് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അധികൃതർ നൽകുന്ന ഒരു വിവരം? തീർച്ചയായും ഭക്തജന തിരക്ക് കൂടുന്നതിനനുസരിച്ച് തന്നെ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും ഒക്കെ തന്നെ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശകലനം നടത്തിയ സമയത്ത് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ക്യൂവിന് അവരൊരു പ്രത്യേക സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വരുന്നവർക്ക് സന്നിധാനത്തേക്ക് അയ്യപ്പ ദർശനം നടത്താൻ ഒരു ചെറിയ ക്യൂ ഈ നടപ്പന്തലിന് അല്ലെങ്കിൽ ഈ ഒരു സന്നിധാനത്ത് അയ്യപ്പ സന്നിധിയിലേക്ക് വരുന്നതിൻ്റെ വലതുവശത്തായിട്ട് അത്തരത്തിലൊരു ക്യൂ വെച്ചുകൊണ്ട് ആ ക്യൂവിലൂടെയാണ് ഇപ്പോൾ അയ്യപ്പന്മാരെ അവിടേക്ക് കടത്തി വിടുന്നത്. പക്ഷേ ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള വരുന്നവർക്ക് ഇതൊരു ആശ്വാസം തന്നെയാണ്. കാര്യം ഏറെ നേരം അവർ ക്യൂ നിന്ന് വരുമ്പോൾ ഇത്തരത്തിൽ ഫ്ലൈ ഓവറിലും ഒപ്പം തന്നെ ഈ കാണുന്ന ഈ പടിക്കെട്ടുകളൊക്കെ ഇറങ്ങി ഈ അയ്യപ്പന്മാർക്കും കുഞ്ഞയ്യപ്പന്മാർക്കും ഒക്കെ അവിടേക്ക് സന്നിധാനത്തേക്ക് എത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അയ്യപ്പൻ എവിടെ നിന്ന് അയ്യപ്പ വരുതാ? ശാസ്താംകോട്ട. എത്ര നേരം ക്യൂ ഉണ്ടായിരുന്നോ? തിരക്കുണ്ടോ? 3 മണി വരെ ക്യൂലായിരുന്നു. എവിടെയൊക്കെ ഉണ്ടായിരുന്നു ക്യൂ? ശരംഗത്തി പോലും കൊണ്ട് ക്യൂ ആയിരുന്നു. എങ്കിലും ഇപ്പൊ ഇവിടെ എത്താൻ സാധിച്ചു. ഇനി അയ്യപ്പ ദർശനം നടത്തണം. മോളുടെ പേരെന്താ? ആദ്യമായിട്ടാണോ വരുന്നേ? ആണോ? എങ്ങനെ ഉണ്ടായിരുന്നു ഈ അയ്യപ്പന്റെ അടുത്തേക്ക് എത്തിയ യാത്രയൊക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായോ? ശരി ശരി. ഇത് തന്നെയാണ്. അപ്പം കുട്ടികളൊക്കെ ഈ യാത്ര ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഈ യാത്രയും അയ്യപ്പനെയൊക്കെ കാണുക എന്ന് പറയുന്നത് അവരുടെ ഒരു ജന്മാഭിലാഷവും ജീവിതാഭിലാഷവും വളരെ നാളായുള്ള അവരുടെ ആഗ്രഹമൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ ശബരീശ സന്നിധിയിലേക്ക് എത്തുമ്പോൾ അവരെ ഒരു നല്ല രീതിയിൽ അവർക്ക് ആവശ്യമായ രീതിയിൽ ക്രമീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ അയ്യപ്പ ദർശനം സാധ്യമാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന കടമ്പ എന്ന് പറയുന്നത്. അത്തരത്തിൽ അവർക്ക് അയ്യപ്പ ദർശനം സാധ്യമായി കഴിഞ്ഞാൽ അവർ ആ ഒരു ജന്മത്തെ തന്നെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഇതൊക്കെ ഒരു മറക്കാത്ത ഒരു ഓർമ്മയായി അവരിൽ ഉണ്ടാകും. അത്തരത്തിലൊരു ഓർമ്മ കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് നിറയ്ക്കുന്നതിന് കൂടിയുള്ള യാത്രകളാണ് ശബരീശ സന്നിധിയിലേക്കുള്ള ഓരോ യാത്രകളും എന്ന് പറയുന്നത്. അമ്മ എവിടെ നിന്നാണ് വരുന്നേ? ഞാൻ പാലക്കാട്. പാലക്കാടോ? എത്ര നേരമായി ക്യൂ? ഒരുപാടുണ്ടോ? തിരക്ക് ഒരുപാടുണ്ടായിരുന്നോ? മണിക്കൂർ നിന്നു. 5 മണിക്കൂർ നിന്നു. 5 മണിക്കൂറോ? 5 മണിക്കൂർ. 5 മണിക്കൂർ. ബുദ്ധിമുട്ട് ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. അത് നിയന്ത്രണവും ഇല്ല ശരിക്കും. ഇടിച്ച് കയറിയതാണ്. അങ്ങനെയാണ്. ചാനൽ നിങ്ങൾ ഈ നിയന്ത്രണങ്ങൾ കഴിഞ്ഞു ഇപ്പൊ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു. സന്തോഷമായില്ലേ? തീർച്ചയായും അത് തന്നെയാണ്. ഏറെ നേരം അവർക്ക് നിയന്ത്രണങ്ങൾ നിൽക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത്ര ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ പോലും അയ്യപ്പ സന്നിധിയിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ആശ്വാസം തന്നെയാണ്. അയ്യനെ കാണുന്നതിന് വേണ്ടി ഇപ്പോൾ അവരെല്ലാം അയ്യന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആ നിർമ്മല നിമിഷത്തിൽ തന്നെയാണ് ഓരോ ഭക്തരും. ശ്രീജ, ശബരിമലയിൽ നല്ല തിരക്ക് തന്നെയാണ്. ഭക്തരൊക്കെ പറയുന്നു മണിക്കൂറുകൾ ക്യൂ നിന്നു, ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ചേരുകയായിരുന്നു സുധീഷ് കുമാർ.
തൃശൂർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ട് ചെയ്യാൻ CPM 50 ലക്ഷം വാഗ്ദാനം ചെയ്തുവെന്ന് ലീഗ് സ്വതന്ത്രന്റെ ശബ്ദരേഖയിൽ വിജിലൻസ് അന്വേഷണം ഉണ്ടായേക്കും. 50 ലക്ഷമോ പ്രസിഡന്റ് സ്ഥാനമോ തിരഞ്ഞെടുക്കാമെന്നായിരുന്നു ഓപ്ഷൻ എന്ന ലീഗ് സ്വതന്ത്രൻ EU ജാഫർ പറയുന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നത്. കൂറുമാറി വോട്ട് ചെയ്തതിന് പിന്നാലെ ജാഫർ രാജിവെച്ചിരുന്നു. അട്ടിമറിയിലൂടെയാണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ CPM നേടിയത്. ലീഗ് സ്വതന്ത്രനായി തളിയിൽ നിന്നാണ് ജാഫർ വിജയിച്ചത്. ലൈഫ് സെറ്റിലാക്കാൻ ഓപ്ഷൻ കിടക്കുന്നു. 2 ഓപ്ഷനാണുള്ളത്. 50 ലക്ഷമാണ് ഓഫർ കിടക്കുന്നത്. 1 2 രൂപയല്ല. രണ്ടാമത്തെ ഓപ്ഷൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് പദവിയാണെന്നുമൊക്കെ പറയുന്നുണ്ട്. പ്രീമിയർ ലീഗിൽ പ്രമുഖ ടീമുകൾക്ക് സമനിലക്കുരുക്ക്. സണ്ടർലാൻഡ്, മാഞ്ചസ്റ്റർ സിറ്റി, ബ്രെൻഫോർഡ്, ടോട്ടനം, ക്രിസ്റ്റൽ പാലസ്, ഫുൾഹാം, ലിവർപൂൾ, ലീഡ്സ് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. ക്രിസ്റ്റൽ പാലസ് ഫുൾഹാം മത്സരം ഒഴികെ മറ്റ് മത്സരങ്ങളെല്ലാം ഗോൾ രഹിത സമനിലയിലായിരുന്നു. ക്രിസ്റ്റൽ പാലസ് ഫുൾഹാം മത്സരം 1-1 നിലയിലാണ് സമനിലയിൽ പിരിഞ്ഞത്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.